ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ കണ്ടെത്തലുകൾ എന്ത് എന്നൊരു വ്യക്തമായ ഒരു ചിത്രമാണ് വോട്ട് വൈബ് ഈ റിസൾട്ടിലൂടെ പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് ചോദ്യം. മഞ്ജുഷ, നമുക്ക് ആദ്യത്തെ ഒരു സൂചനകളിലേക്ക് കടക്കാം. ചോദ്യം മറ്റൊന്നുമില്ല, കഴിഞ്ഞ 5 വർഷത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്ന ചോദ്യത്തിന് ഉത്തരം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ മികച്ചത് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് 31.6% ആളുകളാണ്. സർക്കാരിന്റെ 5 വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ മികച്ചത് എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് 32.8% ആളുകളാണ്. മികച്ചത് 7.3%. സഹിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ മികച്ചതും ഈ സർക്കാരിനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയാണല്ലോ. അപ്പോൾ ഏകദേശം 40%-ത്തിനടുത്തേക്ക് അത് വന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്നത് 12.3%. ശരാശരിയും വേണമെങ്കിൽ ഇല്ലേ ആ ഒരു ഗണത്തിലേക്ക് അത് ഒരു പകുതിയെങ്കിലും കൂട്ടാവുന്നതാണ്. വളരെ മികച്ചത് 32.8. പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ 32.8% ആളുകളും വളരെ മികച്ചത് എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ മികച്ചത് എന്ന് വിലയിരുത്തുന്നത് 7.3, ശരാശരി 12.3 എന്നുള്ളതാണ്. അതിൽ ബാക്കിയുള്ള പാരാമീറ്റർ സർക്കാരിനെതിരെയുള്ളതാണ്. മോശം എന്നുള്ളത് 18.9%, വളരെ മോശം 20.1, അഭിപ്രായമില്ലാത്തവർ 7.4. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും അത് സർക്കാരിന്റെ പ്രകടനത്തെ മികച്ചതായി നിലനിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ജനങ്ങൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുകൊണ്ട് മനസ്സിലാക്കാൻ. കാരണം 32% വളരെ മികച്ചതാണ്, മികച്ചത് 7%. ശരാശരി അതിൻ്റെ ഒരു പകുതി എടുത്താൽ പോലും മജോറിറ്റിയിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അഭിപ്രായമില്ലാത്തവർ 7. ശരാശരി എടുത്തു കഴിയുമ്പോൾ 40% ആളുകൾ ഭരണത്തെ ഇഷ്ടപ്പെടുന്നു. അതേസമയം 40% ആളുകൾ ഭരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മോശവും വളരെ മോശവും കൂട്ടിച്ചേർക്കുമ്പോൾ 39%-ത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മറുവശത്ത് 32.7, 39, 40.1 പോകുന്നത്. അപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നത് പ്രകടനത്തെ അംഗീകരിക്കുന്നവരാണ് കൂടുതലും എന്നുള്ളതാണ്. അതെ, പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അതായത് വളരെ മികച്ചതും തമ്മിൽ കൂട്ടുമ്പോൾ അതിലേക്ക് വരാം. ശരാശരി കാണുന്നവരും തീരെ മോശമെന്നോ അത് പറഞ്ഞിട്ടുമില്ല. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വരുന്ന വിലയിരുത്തലുകളിൽ സർക്കാർ അല്പം മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഈ ഫലം പറയാം. ഒരുപക്ഷെ ഈ സമീപ ദിവസങ്ങളിൽ വന്ന ഘടകങ്ങളൊക്കെ ഒരുപക്ഷെ ഈ അഭിപ്രായത്തിന് കാരണമായിട്ടുണ്ടാവാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് സർക്കാരിന്റെ പ്രവർത്തനം മോശം എന്നുള്ള വിലയിരുത്തലായിരുന്നു. അതിനുശേഷം നടത്തിയ സർവേയാണിത്. അതിനിടയ്ക്ക് ചില മുഖം മിനുക്കൽ കാര്യങ്ങൾ സർക്കാർ ചെയ്തിരുന്നു എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത് മാത്രമല്ല, വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള CPM-ന്റെ അല്ലെ ജനങ്ങളെ കാണലും ഒക്കെ സംഭവിച്ചതാണ്. അതിനുശേഷം 2 ദിവസം മുൻപ് വരെയുള്ള സർവേ ഫലമാണിത്. ജനങ്ങളുടെ അഭിപ്രായമാണ്. സർക്കാരിന്റെ 5 വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചത് 32.8, മികച്ചത് 7.3, ശരാശരി 12.3, മോശം 18.9, വളരെ മോശം 20.1, അഭിപ്രായമില്ലാത്തവർ 7.4. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, ഡോക്ടർ D ധനുരാജ് എന്നിവർ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, എങ്ങനെ കാണുന്നു ഇതിനെ? ആൻറ്റി ഇൻകംസി ഛായ വളരെ കൂടുതലാണ് എന്നൊക്കെയാണ്. കാരണം അതാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. അകത്ത് അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എന്നാലും സർക്കാരിന്റെ 5 വർഷത്തെ മൊത്തത്തിലുള്ള പഠനത്തെ വിലയിരുത്തുമ്പോൾ വളരെ മികച്ചത് എന്ന് 32.8, മികച്ചത് എന്ന് 7.3. ഇതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യമായിട്ട് ഈ സർവേയിൽ വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സജിത്ത്. കാരണം സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിൽ അതിൽ പിണറായി വിജയൻ സർക്കാരിന് പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഒരു കാര്യം കൂടെയുണ്ട്. സർക്കാരിന്റെ ചില PR ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാകാമല്ലോ. അതും ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് കേൾക്കാമോ? താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, ഞാൻ ആദ്യ ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നത് പാസ് മാർക്കാണ്. അതെ, അത് സർക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഒരു വലിയ നേട്ടമായിട്ട് തന്നെ കാണാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് വളരെ പുറകിലായിരുന്നു. വളരെ പുറകിൽ
ആൻറ്റി ഇൻകംബൻസി ജനങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തു. കോൺഗ്രസ് തന്നെ അതിവേഗം മുന്നേ പോയി. പക്ഷേ അതിൻ്റെ അകത്ത് തമ്മിൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അത് എങ്കിൽ പോലും ഭരണകക്ഷിക്ക് ഒരു വളരെ അനുകൂലമായ ഒരു ജനത്തിൻ്റെ തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡോക്ടർ ധർരാജ്, ഈ വിഷയത്തിൽ അതായത് പൊതുവിൽ ആൻറ്റി ഇൻക്യുംബൻസി ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നതാണല്ലോ കേരളത്തെക്കുറിച്ച് പൊതുവായി വിലയിരുത്തിയത്. നമുക്കതിന് മുന്നിൽ തൊട്ടുമുമ്പുള്ള ഉദാഹരണം തദ്ദേശ ഫലമാണ്. അതിനുശേഷം സാഹചര്യം ഇത്ര കണ്ട് മാറിയോ? ഈ സർവേ ഫലത്തെ ആ രീതിയിൽ നോക്കിക്കാണാൻ കഴിയുമോ? പൊതുവെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലൊരു ആവറേജ് അഭിപ്രായം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എല്ലാ കാലത്തും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിനെ രണ്ടായിട്ട് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, സർക്കാരിൻ്റെ പ്രവർത്തനവും അതിലൊരു പൊളിറ്റിക്കൽ എലമെൻറ്റിൻ്റെ കാര്യമുണ്ട്. ആ പൊളിറ്റിക്കൽ എലമെൻറ്റിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും പലരും വിയോജിച്ചതായിട്ട് നമ്മുടെ പഠനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ പറ്റി ഇപ്പോൾ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ പോലും ചില കാര്യങ്ങളിൽ സർക്കാരിനെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സർക്കാർ ചില കാര്യം ഇപ്പോൾ നമ്മൾ പല വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാർ നടത്തിയെന്നോ അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു പ്രബലമായൊരു ചിന്ത സമൂഹത്തിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കായിട്ട് നമുക്ക് ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ കൂടിയാണ്. അതായത് സർക്കാരിൻ്റെ പൊളിറ്റിക്സ് എന്തായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആ വലിയൊരു വ്യത്യാസം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത്, ത്രിതല സംവിധാനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇപ്പോഴും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ എലമെൻ്റാണ്. ഡെവലപ്മെൻറ്റ് എലമെൻറ്റ് ഒരുപക്ഷെ ഉണ്ട്, അതിന് ഒരുപക്ഷെ പാസ് മാർക്ക് കിട്ടിയേക്കാം അല്ലെങ്കിൽ ആവറേജിന് മുകളിലായിരിക്കാം. പക്ഷേ അതായിരിക്കാം ഈ ഇലക്ഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാനിതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ മഞ്ജുഷ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന സാഹചര്യത്തിൽ സർക്കാർ അല്പം മുഖം മിനുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. സർക്കാർ മുഖം മിനുക്കി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജനങ്ങൾ ആ രീതിയിൽ കാണുന്നു എന്ന് വേണം കരുതാൻ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ സ്വീകരിച്ച നിലപാട് അത് ജനങ്ങളുടെ മനസ്സിൽ വളരെ മികച്ചത് എന്നതിനും കൂടുതൽ സ്കോർ നൽകാൻ സഹായമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ശരാശരി എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവരെ വേണമെങ്കിൽ മോശം എന്ന പട്ടികയിലും ചേർക്കാം, അല്ലെങ്കിൽ മികച്ചത് എന്ന പട്ടികയിലേക്കും ചേർക്കാം, അല്ലേ? അതിലൊരു കുറച്ച് ശതമാനത്തെയെങ്കിലും ഈ കണക്കിൽ ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ ഡോക്ടർ ധൻരാജ്, ഈ ആദ്യത്തെ ചോദ്യത്തിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് വിലയിരുത്തിയിട്ടുണ്ട്. അതായത് യങ്ങർ വോട്ടേഴ്സ് 14-നും 18-നും 24-നും വയസ്സിന് ഇടയിലുള്ളവർ സർക്കാരിനെ കൂടുതൽ താല്പര്യത്തോടെ കണ്ടിട്ടുണ്ട്. അതേസമയം 35-നും 44-നും ഇടയിൽ ഏജ് ഗ്രൂപ്പ് ഉള്ളവർ കൂടുതൽ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടി ഈ സർവേയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്താണ് ഈ യങ്സ്റ്റേഴ്സിന് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ടാകാനുള്ള ഘടകങ്ങൾ? അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ജേക്കബ് ജോർജ്? അല്ല, അങ്ങനെ പെട്ടെന്ന് യങ്സ്റ്റേഴ്സിന് സാധാരണ പൊളിറ്റിക്സിൽ തന്നെ താല്പര്യമില്ല കേരളത്തിൽ. അങ്ങനെയാണ് നമുക്കിപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാലേ KSU, SFI, ABVP ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ചെറുപ്പക്കാർ പൊതുവേ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് പോലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥ. സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനത് പറയാൻ വരികയായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് രാഷ്ട്രീയം അതിനോട് തന്നെ ഒരു മടുപ്പ് കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ട് പൊതുവെ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഞാനീ ചൂണ്ടിക്കാണിക്കുന്ന ആ സവിശേഷത ഉണ്ടെങ്കിൽ പോലും ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കേരളത്തിലെല്ലാവരും വിദ്യാർത്ഥികളാണല്ലോ, അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അത്ഭുതകരമാണ്. അത് സ്വീകാര്യവുമാണ് അങ്ങേയറ്റം. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്, LDFന് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത്. സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായം ഉള്ളവർ നല്ല അഭിപ്രായം ഉള്ളവരെക്കാൾ കുറവാണ്. ഓക്കെ, ഒരിക്കൽ കൂടി സർക്കാരിന്റെ പ്രകടനം ആ സ്ക്രീനിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അതായത് സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം ജനം വിലയിരുത്തിയത് എങ്ങനെയാണ് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അതിന്റെ കണക്ക് ഇങ്ങനെയാണ്. അതായത്
വളരെ മികച്ചത് 32.8%, മികച്ചത് 7.3%, ശരാശരി 12.3%, മോശം 18.9%, വളരെ മോശം 20.1%, അഭിപ്രായമില്ല 7.4%.